ഹായ്, നമ്മളിന്നുണ്ടല്ലോ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടേ. അപ്പം ഞാനുണ്ട്, സതീഷുണ്ട്. സതീഷ് താഴത്തേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പെക്സോൻ്റെ ഫാബിയോയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് എടുത്താൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെക്സോൻ്റെ ഫാബിയോ എന്ന് പറഞ്ഞ കാണിച്ച ഫ്രോഗ് പെക്സോൻ്റെ സിപ്പി ആയിരുന്നു കേട്ടോ. അത് നമുക്ക് കടയിൽ നിന്ന് തന്ന പുള്ളി പാക്കറ്റ് മാറിയാട്ടോ നമുക്ക് തന്നത്. കവറ് മാറിയിട്ട് തന്നുകൊണ്ട് നമ്മൾ പെക്സോൻ്റെ ഫാബിയോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് സിപ്പി എന്ന് പറഞ്ഞ ഫ്രോഗാണ്. ഭയങ്കര റിസൾട്ടുള്ള ഫ്രോഗാട്ടോ. അതിൽ കുറേ മീൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിൽ ഫാബിയോ എന്നാണ് പറയണത്. അതുകൊണ്ട് ഞാനത് മാറ്റിയിടാക്കാം അങ്ങനെ വീഡിയോ ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ ഏതായാലും പെക്സോൻ്റെ നമ്മളപ്പോൾ ഏതായാലും പുതിയതായിട്ട് ഫാബിയോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, പെക്സോയുടെ ഫാബിയോ കേട്ടോ. കുഴപ്പമില്ലാത്ത ഫ്രോഗാണ്. സെയിം തന്നെ കേട്ടോ. 3.5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. 4 ഗ്രാം 5 ഗ്രാം വെയിറ്റും ഉണ്ട് കേട്ടോ. കേട്ടോ, ഒരു ചെറിയൊരു വരാല, ചെറിയ സൈസുള്ളൂ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നല്ലപോലെ അവൻ തീറ്റ എടുത്തിട്ടുണ്ട്. നല്ല ഹുക്കപ്പും കയറിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, കുഴപ്പമില്ലാത്തൊരു മീൻ. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു 3 മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫാബിയെ തന്നെ. ഇത് കണ്ടോ കിടക്കണ കേട്ടോ. 2 മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അതെ ലുക്കാന പ്രൊഡേറ്റർ കേട്ടോ. റീല് റോഡ് ഫിഷോളിക്കിൻ്റെ ഡെഡ്ലി ഹണ്ട്. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. പെക്സോയുടെ ഫാബിയോ കേട്ടോ. ഫ്രോഗ് ഇരിക്കണുണ്ടോ. കുഴപ്പമില്ലാത്ത ഫ്രോഗാണ്. ഉക്കപ്രേഷ്യൊക്കെ ഉണ്ട് കേട്ടോ. മീൻ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സൈസ് ഒരു വരാലാട്ടോ അടിച്ചേക്കണേ. പിന്നെ വരാലാണ് അഡീഷൻ കണ്ടോ, വെള്ള കളറ്. കുഴപ്പമില്ല കേട്ടോ. അടുത്ത കിട്ടും നോക്കാവേ. നമ്മളിതേ മീൻ പിടിക്കാൻ വന്നപ്പോൾ കണ്ടതാട്ടോ, ഒരു വല കിടക്കണ കണ്ടോ. ആരോ ചുമ്മാ വല വലിച്ചിട്ടിട്ട് വെള്ളത്തിലിട്ടേക്ക്. അത് അവിടെ ഒരു തിലോപ്പി കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരാമ കുടുങ്ങി ചാവും ഇല്ലയെന്നുള്ള രീതിയിൽ കിടക്കും. ഇത് കണ്ടോ. ആരായാലും വളരെ മോശമാണ്. വലയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കരയിൽ കയറ്റിയിടണം, അല്ലെങ്കിൽ കൊണ്ടുപോകണം. അതുകൊണ്ടോ വലിച്ച് വെള്ളത്തിലിട്ട് ആമ കുടുങ്ങിക്കിടണം. ഒരു തിലോപ്പി കുടുങ്ങിക്കിടുന്നുണ്ട്. അതിനെ രണ്ടിനെ റിലീസ് ചെയ്തേക്കാം. നോക്കട്ടെ ആമേനെ ഊരി എടുക്കാൻ പറ്റുമോ. നമ്മൾ വലയിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ടോ. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കൈ പോകണ്ടെന്ന് തോന്നുന്നു. ഇതാണ് പ്രശ്നം പറഞ്ഞാൽ. വല എടുത്ത് ഇട്ടിട്ട് ചുവന്നുകൊണ്ട് പോകില്ല. ബാക്കിയുള്ളത് അത് അവിടെ കിടന്ന് ചത്ത് കിടക്കും. ഓടുകയും ജീവോ അനങ്ങുമെന്ന് അറിയില്ല. നമുക്കിവിടെ ഇട്ടേക്കാം. ഏതായാലും അപ്പുറത്തേക്ക് നീക്കിയിട്ടേക്കാം. വലയിൽ വീണ്ടും വന്ന് കൊടുക്കണ്ടോ. വെള്ളത്തിൽ ഇട്ട് വിട്ട് കഴിഞ്ഞാൽ നീന്താൻ സാധ്യത കുറവാണ്. നോക്കട്ടെ, ഒരു തിലോപ്പി കിടക്കണ്ട അതിൽ. അവിടെ കിടക്കട്ടെ. വല എടുക്കാണ്ട് വീട്ടിൽ കിടക്കണ ഏട്ടതേ തിലോപ്പി 2 കറുപ്പ്. ഒരു കറുപ്പ് കുഞ്ഞ് പൊടിക്കണ്ണി വല അങ്ങനെ ഇട്ടേക്കണേ. ഒരെണ്ണം കിടക്കണോ. എടുക്കില്ല. ഇത് എടുത്ത് ഇവിടെ കിടന്ന് ചത്ത് ചെയ്യുള്ളൂ. നമുക്ക് ഊരിയിട്ട് പിന്നെ വിട്ടേക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. നോക്കട്ടെ. വലയിൽ നിന്ന് ഒരു കറുപ്പിൻ്റെ കുട്ടിയേട്ടാ. ഇവന് ജീവനുണ്ട്. ഇവനെ ഈ തോട്ടിയിട്ടങ്ങ് വിട്ടേക്കാം. പോട്ടെ, നമുക്ക് കിട്ടിയിട്ടും വലിയ പ്രയോജനം. തീരെ കുഞ്ഞാ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കിടക്കണ തിലോപ്പിയ. തിലോപ്പിനെ കൂടി എടുക്കട്ടോ. എനിക്ക് തോന്നുന്നു ഈ വലയുടെ ഉള്ളിൽ നിറച്ച് മീൻ കിടക്കണമെന്നു. ആണ് തിലോപ്പി കിടക്കണം കേട്ടോ. തിലോപ്പിയുടെ കഴുത്തും തലയും നണ്ണൊക്കെ കുടുങ്ങി നാശമായിട്ട് കിടക്കുക. കണ്ടോ, ഊരി എടുക്കട്ടെ. ഏതായാലും കൊണ്ടാ കിടക്കണോ. ഊരി എടുത്തേക്കാം. തിലോപ്പിനെ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ ചാവാറായി. ഇനി ഇവനെ വിട്ടിട്ടും കാര്യമില്ല. ഇതുണ്ടോ, ഉടക്കി നാശം ഉടക്കായി. ഒരു കറുപ്പ് കിടക്കണോ. അതിനെ ഇതിനടുത്ത് കൊല്ലിയിലിട്ടേക്കാം. വല വലിച്ച് മേളിലിടണമെന്നുണ്ട്. ആരെയാണെന്നറിയില്ല. എന്നാലും അവിടെ കിടക്കട്ടെ. വല വലിച്ച് നമ്മൾ മേളിലിട്ട് കഴിഞ്ഞാൽ അവർ കിടന്ന് കൊണവണ ഒച്ചപ്പാടുമായിട്ട് വരും. നോക്കട്ടെ. ഓക്കെ. അപ്പോൾ നമുക്കിത് പെക്സോൻ്റെ ഫാബിയോയിൽ കിട്ടിയ മീനായിട്ടത് കണ്ടോ. ഒരു 5-6 മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു തിലോപ്പി വലയിൽ നിന്ന് ഊരി എടുത്താട്ടോ. അവിടെ ഒരു കളഞ്ഞിട്ടിട്ട് പോയ ഒരു വല കിടന്നാണ്. ഇത് കണ്ടോ, പെക്സോൻ്റെ ഫാബിയോ കേട്ടോ. കുഴപ്പമില്ല. നല്ല ഉക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. ഒരു എൽ ഷേപ്പ് സ്പിന്നറാണ് വന്നത്. തായ് സ്പിന്നർ എന്ന് പറയും കേട്ടോ. കുഴപ്പമില്ല. ഇതുണ്ടോ, ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കേ.